നമസ്കാരം. ന്യൂസ് അപ്ഡേറ്റ്സിലേക്ക് സ്വാഗതം. നോക്കാം തലക്കെട്ടുകൾ. ബലാത്സംഗ കേസിൽ സിദ്ദിഖിന്റെ അറസ്റ്റ് തടഞ്ഞ് സുപ്രീം കോടതി. 2 ആഴ്ചയ്ക്ക് ശേഷം വീണ്ടും കേസ് പരിഗണിക്കും. വിചാരണ കോടതിയുടെ വ്യവസ്ഥകൾ പാലിക്കണം. 8 വർഷം സർക്കാർ എന്തു ചെയ്തുവെന്ന് വിമർശനം. CPM-നെതിരെ വെല്ലുവിളി തുടർന്ന PV അൻവർ. താൻ വിചാരിച്ചാൽ 25 പഞ്ചായത്തുകളിൽ LDF-ന് ഭരണം നഷ്ടമാകുമെന്ന് മുന്നറിയിപ്പ്. ഇപ്പൊ ഇവിടുന്ന് തീരുമാനിച്ചാൽ 25 പഞ്ചായത്ത് LDF-ന് കഴിഞ്ഞു പോകും. നിലമ്പൂർ മാത്രമല്ല. ഒരാളെങ്കിലും പോലീസ് അന്വേഷിച്ചോ? എന്താണ് മുഖ്യമന്ത്രി തലക്ക് വെളിവില്ലാതെ പറയുന്നത്? ഇതിന് തലക്ക് വെളിവില്ലാന്നല്ലേ ഇതിന് പറയാ? ഇതൊരു പ്രപഞ്ച സത്യമായി നിൽക്കല്ലേ? ഒരു കേസും ശിക്ഷിക്കാൻ കഴിയില്ല. തലയ്ക്ക് വെളിവില്ലാതെയാണ് മുഖ്യമന്ത്രി സംസാരിക്കുന്നതെന്ന് പരിഹാസം. അൻവറിന്റെ പൊതുയോഗത്തിലെ ആൾക്കൂട്ടം താൽക്കാലികമെന്ന് LDF കൺവീനർ. നിലമ്പൂരിന് പിന്നാലെ ഇന്ന് കോഴിക്കോട് മുതലക്കുളത്തും അൻവറിന്റെ പൊതുയോഗം. PV അൻവറിനെതിരെ അണിയറ നീക്കവുമായി CPM. ഫോൺ ചോർത്തൽ കേസിൽ ചോദ്യം ചെയ്യും. PVR പാർക്കിലെ തടയണ പൊളിക്കാനും നടപടി. അപ്പൊ നടപടിയെടുക്കും പിറ്റേ ദിവസം. ഇത് എന്തൊരു കാട്ടുനീതിയാണ് കേരളത്തിൽ. CPM-ൽ നിന്നും പുറത്തായാൽ കാട്ടുനീതിയെന്ന് പ്രതിപക്ഷം. മുഖ്യമന്ത്രിയുടെ ഓഫീസ് കൊള്ളക്കാരുടെ താവളമെന്ന് BJP. ബാലചന്ദ്ര മേനോനെതിരെ പീഡന പരാതിയുമായി നടി. ദേ ഇങ്ങോട്ട് നോക്കിയേ സിനിമാ സെറ്റിൽ പീഡനത്തിനിരയായെന്ന് ആലുവ സ്വദേശിനി. ഹേമ കമ്മിറ്റി റിപ്പോർട്ടിലെ മൊഴിയുടെ അടിസ്ഥാനത്തിൽ ആദ്യ കേസ് രജിസ്റ്റർ ചെയ്തു. മേക്കപ്പ് മാനേജർ സജീവനെതിരെ മൊഴി നൽകിയത് കൊല്ലം സ്വദേശിനി. തിരുവനന്തപുരം SAT ആശുപത്രിയിൽ വൈദ്യുതി നിലച്ചതിൽ ഗുരുതര അനാസ്ഥ. വീഴ്ചയിൽ ഉത്തരവാദിത്തം ഏറ്റെടുക്കാതെ സർക്കാർ. KSEBിയുടെ ഭാഗത്ത് വീഴ്ച ഉണ്ടായിട്ടില്ലെന്ന് വൈദ്യുതി മന്ത്രി. ആശുപത്രിക്ക് മുന്നിൽ പ്രതിഷേധം. MM ലോറൻസിന്റെ മൃതദേഹം മോർച്ചറിയിൽ സൂക്ഷിക്കണമെന്ന് ഹൈക്കോടതി. മെഡിക്കൽ കോളേജിലെ ഹിയറിംഗിൽ അപാകതയുണ്ടെന്ന് നിരീക്ഷണം. ആശാ ലോറൻസിന്റെ ഹർജി വ്യാഴാഴ്ചത്തേക്ക് മാറ്റി. സർക്കാർ നിലപാടറിയിക്കണമെന്നും കോടതി. ഓർത്തഡോക്സ് യാക്കോബായ പള്ളിത്തർക്കത്തിൽ ഹൈക്കോടതിയുടെ അന്ത്യശാസനം. തർക്കത്തിലുള്ള 6 പള്ളികൾ ഏറ്റെടുക്കണമെന്ന ഉത്തരവ് ഒരാഴ്ചയ്ക്കുള്ളിൽ നടപ്പാക്കണം. ഉത്തരവ് നടപ്പായില്ലെങ്കിൽ ചീഫ് സെക്രട്ടറിയെയും കളക്ടറെയും വിളിച്ചു വരുത്തും. മിഥുൻ ചക്രവർത്തിക്ക് ദാദാസാഹേബ് ഫാൽക്കെ പുരസ്കാരം. രാജ്യത്തെ പരമോന്നത ചലച്ചിത്ര പുരസ്കാരം മിഥുന് നൽകുന്നത് അരനൂറ്റാണ്ടുകാലത്തെ സംഭാവന പരിഗണിച്ച്. ദേശീയ ചലച്ചിത്ര അവാർഡ് ദാനവേദിയിൽ പുരസ്കാരം നൽകും. ഹിസ്ബുള്ളയെ തകർക്കാൻ ലെബനനിൽ ആക്രമണം തുടർന്ന ഇസ്രായേൽ. ഇന്ന് പുലർച്ചെയും ബെയ്റൂട്ടിൽ വ്യോമാക്രമണം. യമനിൽ ഹൂതികൾക്കെതിരെയും ആക്രമണം കടുപ്പിച്ചു. തിരുവനന്തപുരം മൃഗശാലയിൽ നിന്ന് വീണ്ടും ഹനുമാൻ കുരങ്ങുകൾ ചാടിപ്പോയി. 3 പെൺകുരങ്ങുകളെ കാണാനില്ലെന്ന മൃഗശാല അധികൃതർ. മയക്കുവെടി വേണ്ട എന്ന് തീരുമാനം. ന്യൂസ് അപ്ഡേറ്റ്സിലേക്ക് വിശദമായി. യുവനടിയെ ബലാത്സംഗം ചെയ്ത കേസിൽ നടൻ സിദ്ദിഖിന് ഇടക്കാല ആശ്വാസം. 2 ആഴ്ചത്തേക്ക് അറസ്റ്റ് സുപ്രീം കോടതി തടഞ്ഞു. പരാതി നൽകാൻ കാലതാമസമുണ്ടായി എന്ന വാദം കണക്കിലെടുത്താണ് കോടതി ഇത്തരത്തിൽ നിർദ്ദേശം നൽകിയത്. സംസ്ഥാന സർക്കാർ കഴിഞ്ഞ 8 വർഷമായി എന്തു ചെയ്യുകയായിരുന്നുവെന്നും കോടതി ചോദ്യമായി ഉന്നയിച്ചു. അന്വേഷണവുമായി സഹകരിക്കണമെന്ന് സിദ്ദിഖിന് നിർദ്ദേശം നൽകി. സുവി വിശ്വനാഥൻ വിവരങ്ങൾ നൽകും. സുവി, എന്തൊക്കെയാണ് പ്രധാനമായും കോടതി നിരീക്ഷിച്ചത്? എൽദോ, ഏറെ ദിവസങ്ങൾക്ക് ശേഷം സിദ്ദിഖിന് അനുകൂലമായ അല്ലെങ്കിൽ താൽക്കാലിക ആശ്വാസം നൽകുന്ന ഒരു വിധി പ്രസ്താവമാണ് സുപ്രീം കോടതിയുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിരിക്കുന്നത്. സിദ്ദിഖിന്റെ അറസ്റ്റ് തൽക്കാലത്തേക്ക് തടഞ്ഞിരിക്കുകയാണ്. 2 ആഴ്ചത്തേക്ക് സിദ്ദിഖിനെ അറസ്റ്റ് ചെയ്യാൻ പാടില്ല എന്നാണ് സുപ്രീം കോടതി നിർദ്ദേശം നൽകിയിരിക്കുന്നത്. ഇടക്കാല സംരക്ഷണമാണ് നൽകിയിരിക്കുന്നത്. ജസ്റ്റിസ് ബേല M ത്രിവേദി, സതീഷ് ചന്ദ്ര ശർമ്മ എന്നിവരാണ് ഹർജി പരിഗണിച്ചത്. ഇവർ പ്രധാനമായും സിദ്ദിഖിന്റെ അഭിഭാഷകൻ വാദിച്ചത് പരാതി നൽകിയതിലെ കാലതാമസം ഊന്നിക്കൊണ്ടായിരുന്നു സിദ്ദിഖിന്റെ അഭിഭാഷകന്റെ വാദം ഉണ്ടായത്. മുകുൾ റോത്തഗിയാണ് സിദ്ദിഖിന് വേണ്ടി ഹാജരായത്. എന്തുകൊണ്ടാണ് 8 വർഷത്തെ ഒരു കാലതാമസം ഉണ്ടായത് എന്ന് കോടതി ചോദിച്ചു. സിദ്ദിഖ് അന്വേഷണ സംഘത്തിന് മുന്നിൽ ഹാജരാകണം, വിചാരണ നടപടികൾ നേരിടണം, ഒപ്പം തന്നെ ചോദ്യം ചെയ്യലിന് ഹാജരാകണം എന്നൊരു നിർദ്ദേശവും സുപ്രീം കോടതിയുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിരുന്നു. ഒരു സിറ്റിംഗിന് 25 ലക്ഷം രൂപ വാങ്ങുന്ന മുകുൾ റോത്തഗിയാണ് സിദ്ദിഖിന് വേണ്ടി ഹാജരായത്. അദ്ദേഹം പ്രധാനമായും
ഊന്നിയത് ഈ പരാതിയിലെ കാലതാമസമായിരുന്നു. നേരത്തെ ഹൈക്കോടതി പരാതിക്കാരി നൽകാൻ കാലതാമസം നേരിട്ടതിൽ അത്ഭുതപ്പെടാനില്ല. ഇത്തരം വലിയൊരു ട്രോമകളിലൂടെ അതിജീവിച്ചു വരുന്നതിനാൽ അവർക്ക് അത് പരാതി വൈകിയതിലും അതിൽ നിരാശപ്പെടേണ്ട സാഹചര്യം ഇല്ല എന്ന് ഹൈക്കോടതി പറഞ്ഞിരുന്നു. എന്നാൽ സുപ്രീം കോടതി നേരെ വിപരീതമാണ് ഇക്കാര്യത്തിൽ പറഞ്ഞിരിക്കുന്നത്. 8 വർഷത്തേക്ക് എന്തുകൊണ്ട് കഴിഞ്ഞ 8 വർഷം സർക്കാർ എന്തു ചെയ്യുകയായിരുന്നു എന്നൊരു വിമർശനം സർക്കാരിനെതിരെയും ഹൈക്കോടതി ഉന്നയിക്കുകയുണ്ടായി. 8 വർഷങ്ങൾക്ക് മുൻപാണ് അതിജീവിത FB പോസ്റ്റ് വഴി തനിക്ക് ഇങ്ങനെ ഒരു അനുഭവം ഉണ്ടായി എന്ന് പോസ്റ്റ് ഇട്ടത്. അന്ന് യാതൊരു തരത്തിലുള്ള നടപടിക്രമങ്ങളും സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായിട്ടില്ല. എന്നാൽ ഇപ്പോൾ സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് ഇത്തരം ഒരു നീക്കം ഉണ്ടാവുകയും ചെയ്തിരിക്കുന്നു. എന്താണ് ഇത്രയും വലിയൊരു കാലതാമസത്തിന് കാരണമായത് എന്നും കോടതി ചോദിച്ചു. ഏതായാലും സിദ്ദിഖിനെ വേണ്ടിയുള്ള തിരച്ചിൽ പോലീസിന് ഇനി അവസാനിപ്പിക്കാവുന്നതാണ്. വലിയ തോതിലുള്ള വിമർശനം പോലീസിനും നേരിടേണ്ടി വന്നിരുന്നു. സിദ്ദിഖ് ഒളിവിലാണ്. സിദ്ദിഖിന് വേണ്ടി ലുക്കൌട്ട് നോട്ടീസ് പുറപ്പെടുവിച്ചുവെങ്കിലും സിദ്ദിഖിനെ പിടികൂടാൻ സാധിച്ചിരുന്നില്ല. ഇതിനിടയിൽ സിദ്ദിഖിന്റെ മകന്റെ സുഹൃത്തുക്കളായ ഷഹീന്റെ സുഹൃത്തുക്കളെ പലരെയും കസ്റ്റഡിയിലെടുത്ത് മൊഴിയെടുക്കുന്ന സാഹചര്യം പോലും ഉണ്ടായി. ഇവരാണ് സിദ്ദിഖിനെ സംരക്ഷിച്ചു നിർത്തുന്നത് എന്നായിരുന്നു പോലീസിന്റെ വാദം. ഏതായാലും ഇപ്പോൾ 2 തടസ്സ ഹർജികൾ ഹൈക്കോടതിക്ക് മുമ്പിൽ ഉണ്ടായിരുന്നു. ഒന്ന് സർക്കാർ സമർപ്പിച്ചത്, മറ്റൊന്ന് അതിജീവിത സമർപ്പിച്ചത്. ഈ 2 തടസ്സ ഹർജികൾ നിലനിൽക്കുമ്പോൾ പോലും സിദ്ദിഖിന് അനുകൂലമായ ഒരു വിധി പ്രസ്താവമാണ് ഇന്ന് സുപ്രീം കോടതിയിൽ നിന്ന് ഉണ്ടായിരിക്കുന്നത്. എൽദോ. ശരി, സുവിയാണ് വിവരങ്ങൾ നൽകിയത്. CPM-നെതിരെ വെല്ലുവിളി തുടർന്ന PV അൻവർ താൻ വിചാരിച്ചാൽ 25 പഞ്ചായത്തുകളിൽ LDF-ന് ഭരണം നഷ്ടമാകും. മലപ്പുറത്ത് മാത്രമല്ല കോഴിക്കോടും പാലക്കാടും ഭരണം പോകുമെന്നും ഇടതുമുന്നണി വെല്ലുവിളിച്ചാൽ അതിന് തയ്യാറാണെന്നും അൻവർ പറഞ്ഞു. ഇന്ന് ഞാൻ ഇപ്പൊ ഇവിടുന്ന് തീരുമാനിച്ചാൽ 25 പഞ്ചായത്ത് LDF-ന് കയ്യിൽ നിന്ന് പോകും. നിലമ്പൂർ മാത്രമല്ല ഇനി അത് പാർട്ടി അങ്ങനെ ഒരു വെല്ലുവിളിക്ക് വരികയാണെങ്കിൽ ഞാൻ അതിന് തയ്യാറാണ്. പോകും. മലപ്പുറം ജില്ലയിൽ പല സ്ഥലത്തും പോകും. ചിലപ്പോൾ കോഴിക്കോട് ജില്ലയിലും പോകും, ചിലപ്പോൾ പാലക്കാടും പോകും. മലപ്പുറം ജില്ലയിലെ മാത്രം കാര്യം ഞാൻ പറയുന്നത്. അപ്പോ അതിലേക്കൊക്കെ പോണോ എന്നുള്ളത് CPM ലീഡർഷിപ്പ് ആലോചിച്ചാൽ മതി. എന്റെ മെക്കെട്ട് കയറി പറഞ്ഞുകൊണ്ടേയിരിക്കുമ്പോൾ ഞാൻ തിരിച്ചു പറഞ്ഞുകൊണ്ടേയിരിക്കും. മുഖ്യമന്ത്രി തലയ്ക്ക് വെളിവില്ലാതെ സംസാരിക്കുകയാണെന്ന് വിമർശിച്ച PV അൻവർ P ശശിക്കെതിരെയുള്ള ആരോപണം ആവർത്തിക്കുകയും ചെയ്തു. എന്തുകൊണ്ട് പോലീസ് ഇത് അന്വേഷിക്കുന്നു? പോലീസിന് അത് പിടിച്ച് കസ്റ്റംസ് കൊടുത്താൽ പോരെ എന്നുള്ള ചോദ്യത്തിന് എന്താ ഉത്തരം? ഈ കൊടുത്തു വിട്ടതാരാ? പോലീസിന് അന്വേഷിക്കാൻ കഴിയോ? ദുബായിലും വിദേശ രാജ്യങ്ങളിലും പോലീസിന് പോകാൻ കഴിയോ? കസ്റ്റംസിന് അതിൽ ആക്ടിന്റെ, അതിന് സൗകര്യമുണ്ട്, ഇന്റർനാഷണൽ ലോ ഉണ്ട്. ഇത് ആർക്കാണ് കൊണ്ടുകൊടുക്കുന്നത്? അത് പോലീസിന് പിടിക്കാൻ കഴിയും. പക്ഷെ പിടിക്കുന്നവനെ കൊണ്ടുകൊടുക്കാതെ ഐസന്റെ ഇവന്റെ ഏജന്റിനെ ഒരാളെങ്കിലും പോലീസ് അന്വേഷിച്ചോ? എന്താണ് മുഖ്യമന്ത്രി തലക്ക് വെളിവില്ലാതെ പറയുന്നത്? ഇതിന് തലക്ക് വെളിവില്ലാന്നല്ലേ ഇതിന് പറയാ? ഇതൊരു പ്രപഞ്ച സത്യമായി നിൽക്കല്ലേ? ഒരു കേസും ശിക്ഷിക്കാൻ കഴിയില്ല. 102 CRPC ആണ് ഇവര് പിടിക്കുന്നത്. കസ്റ്റംസ് ആക്ട് പ്രകാരം 108 മൊഴിയെടുത്തെങ്കിൽ മാത്രമേ ആ മൊഴി വാലിഡ് ആണ്. ആ മൊഴി എടുത്തു കഴിഞ്ഞാൽ കസ്റ്റംസിന് ഈ കാര്യത്തിന്റെ എവിടുന്ന് വന്നു, എവിടെ എത്തി, ആർക്ക് കൊടുത്തു, ഈ 3 ആളെയും ക്ലബ് ചെയ്തുകൊണ്ടുള്ള കേസാ വരിക. ഇന്നത് രാജ്യദ്രോഹ കുറ്റായി. ഒരു കാര്യം, ശശിക്ക് എന്തായാലും പങ്കുണ്ട്. ശശിക്ക് ഇതിൽ ശക്തമായ പങ്കുണ്ട്. ഈ ഇടപാടിന്റെ ഭാഗമാണ് ശശി എന്ന കാര്യത്തിൽ എനിക്ക് യാതൊരു ഡൗട്ടുമില്ല. അതെന്താ തെളിവ് നിങ്ങൾ ചോദിക്കും. ആ തെളിവ് എന്ന് പറഞ്ഞ കോമൺ സെൻസ്. 3 ചില്ലാനം കൊല്ലം അമ്പകുരം നിർത്താതെ നിർബാധം ഒരു എയർപോർട്ടിലൂടെ ഈ രീതിയിൽ സ്വർണം കടത്തി ഒരു പോലീസ് ഡിപ്പാർട്ട്മെന്റ് കൈകാര്യം ചെയ്യുന്നുണ്ടെങ്കിൽ ഒരു SP ക്ക് മാത്രമേ സാധിക്കൂല. അത് ADG അജിത് കുമാറുണ്ട്, അജിത് കുമാറിനോടൊപ്പം ഈ ശശിയുണ്ട്. അല്ലാതെ ഇത് ഒരിക്കലും നടക്കൂല. താൻ തുടങ്ങി വെച്ചത് വിപ്ലവമായി മാറും. തനിക്കൊപ്പമുള്ള ആൾക്കൂട്ടം താൽക്കാലികമാണെന്ന LDF കൺവീനർ TP രാമകൃഷ്ണന്റെ പ്രസ്താവനയെ PV അൻവർ പരിഹസിക്കുകയും ചെയ്തു. അതും മനസ്സിൽ വിചാരിച്ച് അദ്ദേഹം സമാധാനത്തോടെ ഉറങ്ങട്ടെ എന്നായിരുന്നു പരിഹാസം. പാർട്ടി തന്റെ മെക്കിട്ട് കയറിയാൽ തിരിച്ചും പറയുമെന്നും അൻവർ പ്രതികരിച്ചു. എന്റെ മെക്കെട്ട് കയറി പറഞ്ഞുകൊണ്ടേയിരിക്കുമ്പോൾ ഞാൻ തിരിച്ചു പറഞ്ഞുകൊണ്ടേയിരിക്കും. ഇപ്പൊ ബഹുമാനപ്പെട്ട LDF കൺവീനർ ഇപ്പൊ പറഞ്ഞ എന്താണ്? പാർട്ടി പറഞ്ഞത് അനുസരിച്ച്. ഞാൻ പാർട്ടി പറഞ്ഞത് അനുസരിച്ചതാണല്ലോ. ഞാൻ ഈ നിമിഷം വരെ പാർട്ടിയെ തള്ളി പറഞ്ഞിട്ടില്ല. ഞാൻ ഇത്ര വയലന്റ് ആണ്ട് വന്ന എന്താ? ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയെ ഈ രാഷ്ട്രീയ പ്രതിസന്ധിയിൽ നിന്ന് കേരളത്തിലുണ്ടായിട്ടുള്ള പോലീസിംഗിന്റെ ഭാഗമായി ഇടതുപക്ഷ പ്രവർത്തകർക്കും കമ്മ്യൂണിസ്റ്റ് പ്രവർത്തകർക്കും പൊതുപ്രവർത്തകർക്കും ഉണ്ടായ
മോശമായ അനുഭവങ്ങൾ, വിഷമങ്ങൾ, പ്രയാസങ്ങൾ, അതിലൂടെ പാർട്ടിക്കുണ്ടായ തളർച്ച, അതിന് കാരണക്കാരായ പോലീസ് ഈ വിഷയത്തിൽ ഇടപെടണമെന്നാണ് ഞാൻ പറഞ്ഞത്. അപ്പം അതിനെ അഡ്രസ് ചെയ്യാതെ എന്നെ കള്ളനാക്കാനാണ് മുഖ്യമന്ത്രി വന്നത്. അത് ഞാൻ സഹിക്കൂ. സംസ്ഥാന സെക്രട്ടറി എന്നെ പുറത്താക്കുന്ന വൈകുന്നേരം 2:30 മണിക്ക് തുടങ്ങിയ പത്രസമ്മേളനം 3:30 തീരുന്നത്. അവസാനമാണ് അദ്ദേഹം പറയുന്നത്. അതിനു മുമ്പ് പാർട്ടി സ്റ്റേറ്റ് കമ്മിറ്റി ഈ വിഷയത്തിൽ അവരുടെ അഭിപ്രായം പറയുന്നതിന് മുമ്പ് ഈ മോഹൻദാസ് നടത്തിയ പ്രസംഗമാണ് നിങ്ങൾ കേട്ടത്. അപ്പൊ അദ്ദേഹം ആദ്യം എന്നെ തള്ളിയിട്ടുണ്ട്. മുപ്പര് സമാധാനമായിട്ട് ഉറങ്ങട്ടെ. ആ പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ സമാധാനമായിട്ട് അദ്ദേഹം ഉറങ്ങട്ടെ. നിലമ്പൂരിലെ ശക്തി പ്രകടനത്തിന് പിന്നാലെ PV അൻവർ പങ്കെടുക്കുന്ന പൊതുയോഗം ഇന്ന് കോഴിക്കോട് നടക്കുന്നുണ്ട്. മാമി തിരോധാന കേസുമായി ബന്ധപ്പെട്ട പൊതുയോഗത്തിലാണ് PV അൻവർ പ്രസംഗിക്കുക. നാളെ ഏറനാട് മണ്ഡലത്തിലും അടുത്ത ദിവസങ്ങളിൽ മഞ്ചേരി, വേങ്ങര എന്നിവിടങ്ങളിലും വിശദീകരണ യോഗം സംഘടിപ്പിക്കാനാണ് തീരുമാനം. സ്വർണവും ഹവാലപ്പണവും കടത്തുന്നതുമായി ബന്ധപ്പെട്ട് പോലീസ് നടത്തിയ പരിശോധനയിലുണ്ടായ അസ്വാരസ്യങ്ങളാണ് CPM RSS ബന്ധമെന്ന ആരോപണത്തിന് പിന്നിലെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. 5 വർഷത്തിനിടെ മലപ്പുറത്ത് കോടികളുടെ സ്വർണവും ഹവാലപ്പണവും പോലീസ് പിടികൂടി. ന്യൂനപക്ഷ വിഭാഗങ്ങൾ ഇപ്പോൾ LDFനെ പിന്തുണയ്ക്കുന്നതിനാൽ രാഷ്ട്രീയ നേട്ടം ലക്ഷ്യമിടുന്ന UDFും വർഗീയ വിഭജനം പ്രോത്സാഹിപ്പിക്കുന്ന തീവ്രവാദ ഘടകങ്ങളുമാണ് ആരോപണത്തിന് പിന്നിൽ. CPM എന്നും RSSനെയും ഹിന്ദുത്വ ശക്തികളെയും ശക്തമായി എതിർത്തിട്ടുണ്ടെന്നും ഹിന്ദു ദിനപത്രത്തിന് നൽകിയ അഭിമുഖത്തിൽ മുഖ്യമന്ത്രി പറഞ്ഞു. PV അൻവറിന്റെ ആരോപണങ്ങളുടെ പശ്ചാത്തലത്തിലാണ് മുഖ്യമന്ത്രിയുടെ ഈ പ്രതികരണം. അൻവറിന്റെ പൊതുയോഗത്തിലെ ആൾക്കൂട്ടത്തെ കാര്യമായി കണക്കാക്കുന്നില്ല LDF. CPMനെതിരെ പറയുമ്പോൾ കേൾക്കാൻ ആളുണ്ടാകും. CPM അണികൾ ഭദ്രമാണെന്ന് TP രാമകൃഷ്ണൻ LDF കൺവീനർ പറഞ്ഞു. പാർട്ടിക്ക് വേവലാതിയേ ഇല്ല എന്നും TP രാമകൃഷ്ണൻ പറഞ്ഞു. താൽക്കാലികമാണ്, അതിലൊന്നും വലിയ ഫലമുളവാക്കാൻ പോകുന്നില്ല. അൻവർ എന്ത് രാഷ്ട്രീയ വിശദീകരിക്കുന്നുള്ള അറിയില്ല, ആരും കേൾക്കുന്നില്ലേ പത്രത്തിൽ. അപ്പൊ അതിലൊരു പ്രത്യേകതയൊന്നും CPIMോ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയോ കാണുന്നില്ല. അതൊക്കെ കേരളത്തിന്റെ പഴയകാല ചരിത്രം പരിശോധിച്ചു കഴിഞ്ഞാൽ ഇങ്ങനെയൊക്കെയുള്ള എത്രയോ സംഭവങ്ങളും അനുഭവങ്ങളും ഇല്ലേ. അതുകൊണ്ട് അക്കാര്യത്തിൽ ഒരു വേവലാതിയില്ല. ഈ ഒരു പൊതുയോഗം എന്ന് പറയുന്ന സമയത്ത് പലരും വന്നു കൂടും എന്നാണ് പറയുന്നത് കേൾക്കും. പ്രത്യേകിച്ച് CPMനെതിരായിട്ട് സംസാരിക്കുമ്പോൾ പറയുന്നത് കേൾക്കാൻ ആളുകൾക്ക് താല്പര്യമുണ്ട്. അങ്ങനെ വന്നു കൂടുന്നതായിട്ട് കണക്കാക്കിയാൽ മതി. അതിലൊരു പ്രത്യേകതയൊന്നും ഞങ്ങൾ കാണുന്നില്ല. എത്ര വർഷം മുമ്പ്, 10-15 വർഷം മുമ്പ് പാർട്ടിയുടെ ചുമതല നിർവഹിച്ച് ഒഴിവായി പോയ ഒരാള് ഇപ്പൊ പാർട്ടിക്കാരനായിട്ട് ചിത്രീകരിക്കുന്ന എന്താ അർത്ഥം? അങ്ങനെ എത്രയുണ്ട്? അത് നിങ്ങൾ ഏതൊരു പത്രത്തിൽ ഇപ്പൊ എഴുതിയിട്ടുണ്ട്. ഞാൻ എല്ലാ പത്രവും വായിച്ചിട്ടില്ല. ഇപ്പൊ ഒരു പത്രം മുന്നേറിയ കമ്മിറ്റി, അങ്ങനെ എത്ര ആളുകളുണ്ട് ഇത് പാർട്ടി. PV അൻവർ തീക്കൊള്ളി കൊണ്ട് തലചൊറിയുകയാണെന്നായിരുന്നു CPM കേന്ദ്ര കമ്മിറ്റി അംഗം AK ബാലന്റെ വിമർശനം. 5 നേരം നിസ്കരിക്കുന്നതിനാലാണ് അൻവറിനെതിരെ ആരോപണങ്ങൾ ഉണ്ടാകുന്നതെന്ന് കള്ളപ്രചാരണമാണിത്. ഈ തുറുപ്പ് ചീട്ട് അൻവർ ഉപയോഗിക്കുമെന്ന് പ്രതീക്ഷിച്ചിരുന്നുവെന്നും AK ബാലൻ പറഞ്ഞു. PV അൻവർ മുൻപ് UDF പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ. CPMൽ നിന്ന് പുറത്തായാൽ അപ്പോൾ നടപടി എന്നതാണ് ഇപ്പോഴവസ്ഥ. കുറ്റവാളികളെ സർക്കാർ സംരക്ഷിക്കുകയാണ്. അൻവറിനെ UDFൽ എടുക്കുന്നത് സംബന്ധിച്ച് ചർച്ച നടന്നിട്ടില്ലെന്നും VD സതീശൻ പറഞ്ഞു. ഞങ്ങൾ കേരളത്തിലെ പ്രതിപക്ഷം കഴിഞ്ഞ 2-3 വർഷക്കാലമായി ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരുന്ന കാര്യങ്ങളെല്ലാം ഇപ്പോൾ ഒരു ഭരണകക്ഷി MLA കൂടി വന്ന് അത് പറയുന്നതോടുകൂടി ഞങ്ങൾക്കാണ് കൂടുതൽ വിശ്വാസ്യത ഉണ്ടായിരിക്കുന്നത്. ഞങ്ങളാണ് മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ ഒരു ഫോക്കസ് പ്രവർത്തിക്കുന്നു എന്ന് ആദ്യം പറഞ്ഞത് ഞങ്ങളല്ലേ. അവരാണ് കേരളത്തിലെ പോലീസിനെ നിയന്ത്രിക്കുന്നതെന്ന് ഞങ്ങളല്ലേ പറഞ്ഞത്. ഞങ്ങൾ നിയമസഭയ്ക്കകത്തും പുറത്തും പറഞ്ഞിട്ടുണ്ട്. 2, CPMും BJPയുമായി ഒരു അവിഹിതമായ ബാന്ധവമുണ്ട്, ഞങ്ങളാണ് പറഞ്ഞത് ഇല്ലേ. പൂരം കലക്കുന്നതിനെ കുറിച്ചുള്ള ഒരു ഗൂഢാലോചന, പൂരം കലക്കി BJPയെ ജയിപ്പിക്കാനുള്ള ഒരു ഗൂഢാലോചന തൃശ്ശൂരിൽ നടന്നിട്ടുണ്ട്, ഞങ്ങൾ പറഞ്ഞു. ADGP RSS നേതാക്കന്മാരെ മുഖ്യമന്ത്രിയുടെ ദൂതനായി കണ്ടിട്ടുണ്ട്, ഇതൊക്കെ ഞങ്ങൾ പറഞ്ഞ കാര്യങ്ങളല്ല. അല്ല, ഞങ്ങൾ ആ കാര്യത്തെക്കുറിച്ചൊരു ചർച്ച നടത്തിയിട്ടില്ല. അല്ലല്ല, ഞങ്ങൾ അങ്ങനെ ഒരു ചർച്ച നടത്തിയിട്ടില്ല. ഞാനത് ഒറ്റയ്ക്ക് പറയേണ്ട ആളല്ല. അത് ചർച്ച നടത്തേണ്ട അവസരം വരുമ്പോൾ ഞങ്ങൾ ചർച്ച നടത്തും. അതേ 2 ദിവസമായില്ലേ LDFലല്ലായിരുന്ന ഇത്രയും ദിവസം? LDFലായിരുന്നല്ലോ, ഇപ്പോഴല്ലേ മാറിയത് CPMൽ. ഇതൊക്കെ പറയാൻ ആഗ്രഹമുള്ള ഒരുപാട് ആളുകളുണ്ട്, പക്ഷെ പറയാൻ ധൈര്യമില്ല. അവരുടെ കൂടി നാവായി അൻവർ മാറിയായിരുന്നാണ് എനിക്ക് തോന്നിയത്.
എൻ്റെ നിരീക്ഷണം, വ്യക്തിപരമായ നിരീക്ഷണം. PV അൻവർ MLA ആരോപണങ്ങളിൽ നിന്നും മുഖ്യമന്ത്രി ഒളിച്ചോടുകയാണെന്ന് കോൺഗ്രസ് നേതാവ് രമേശ് ചെന്നിത്തല. അൻവറിനെതിരെ കേസെടുക്കുന്നു, പാർക്കിലെ തടയണ പൊളിക്കുന്നു. ഇത് രാഷ്ട്രീയ പ്രേരിതമാണ്. മുഖ്യമന്ത്രിക്കെതിരെ സംസാരിച്ചാൽ എങ്ങനെ ഭരണകൂടം പ്രതികരിക്കുന്നു എന്നതിന്റെ തെളിവാണിത്. PV അൻവർ എന്ന വ്യക്തിയല്ല, ഉയർത്തിയ വിഷയമാണ് പ്രധാനമെന്നും രമേശ് ചെന്നിത്തല പറഞ്ഞു. അൻവറിന്റെ ലീഗിലേക്കുള്ള ക്ഷണം പാർട്ടി ആലോചിച്ചിട്ടില്ല എന്നായിരുന്നു PK കുഞ്ഞാലിക്കുട്ടിയുടെ പ്രതികരണം. കോൺഗ്രസുമായി കൂടിയാലോചിച്ചിട്ട് മാത്രമേ തീരുമാനമെടുക്കൂ. അൻവർ ഉന്നയിച്ച പ്രശ്നങ്ങൾ ജനകീയ പ്രശ്നങ്ങളാണെങ്കിൽ UDF അത് ഏറ്റെടുക്കുമെന്നും PK കുഞ്ഞാലിക്കുട്ടി. മുഖ്യമന്ത്രിയുടെ ഓഫീസ് കൊള്ളക്കാരുടെ താവളമായി മാറുന്നുവെന്ന് BJP സംസ്ഥാന അധ്യക്ഷൻ K സുരേന്ദ്രൻ. അധികാരത്തിൽ കയറുന്നതിന് വേണ്ടി കള്ളക്കടത്തുകാരെ സംരക്ഷിച്ചു. ഫോൺ ചോർത്തലിൽ അന്വേഷണമില്ല. പാർട്ടിക്കുള്ളിൽ നിന്ന് വരുന്ന ചോദ്യങ്ങൾക്ക് പോലും മറുപടിയില്ലെന്നും K സുരേന്ദ്രൻ വിമർശിച്ചു. PV അൻവറിന്റെ ഉടമസ്ഥതയിലുള്ള PVR പാർക്കിലെ കാട്ടരുവി തടഞ്ഞുള്ള നിർമ്മാണ പ്രവർത്തനങ്ങൾ പൊളിക്കാൻ നടപടികൾ തുടങ്ങി കൂടരഞ്ഞി പഞ്ചായത്ത്. പുതിയ രാഷ്ട്രീയ സാഹചര്യത്തിലാണ് CPM ഭരിക്കുന്ന കൂടരഞ്ഞി പഞ്ചായത്തിന്റെ ഈ നടപടി. കൂടരഞ്ഞി കക്കാടംപൊയിലുള്ള PVR നാച്ചുറൽ പാർക്കിൽ കാട്ടരുവിയുടെ ഒഴുക്ക് തടഞ്ഞുള്ള നിർമ്മാണ പ്രവർത്തനങ്ങൾ പൊളിക്കാനുള്ള ടെൻഡർ നടപടികളാണ് പഞ്ചായത്ത് ആരംഭിച്ചത്. അനധികൃത നിർമ്മാണം പൊളിച്ചു നീക്കാൻ ജൂലൈ മാസം 25-ന് ഹൈക്കോടതി ഉത്തരവിട്ടിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിൽ കോഴിക്കോട് ജില്ലാ കളക്ടർ കൂടരഞ്ഞി പഞ്ചായത്തിന് നിർദ്ദേശം നൽകിയിരുന്നുവെങ്കിലും സാങ്കേതിക കാരണങ്ങൾ പറഞ്ഞ് നടപടി വൈകിപ്പിക്കുകയായിരുന്നു. 4 ദിവസം മുൻപാണ് ഭരണസമിതി ചേർന്ന് ടെൻഡർ വിളിച്ചത്. ടെൻഡറിൽ ആരും പങ്കെടുത്തില്ലെങ്കിൽ പഞ്ചായത്ത് സെക്രട്ടറി നേതൃത്വത്തിൽ പൊളിക്കാനാണ് തീരുമാനം. പാർക്കിലെ കാട്ടരുവി തടഞ്ഞ് നിർമ്മിച്ച 4 തടയണകൾ പൊളിച്ചു നീക്കണമെന്നായിരുന്നു ഹൈക്കോടതിയുടെ നിർദ്ദേശം. ഇക്കാര്യത്തിൽ നടപടിയുണ്ടാകാത്തതിനെ തുടർന്നാണ് പരാതിക്കാരനായ ഗ്രീൻ മൂവ്മെന്റ് ജനറൽ സെക്രട്ടറി TV രാജൻ വീണ്ടും ഹൈക്കോടതിയെ സമീപിച്ചത്. നിലവിൽ അൻവർ CPM-ന് തിരിഞ്ഞോടെയാണ് നടപടികൾ വേഗത്തിലായത്. ന്യൂസ് 18 മുക്കം. കൂടുതൽ വാർത്തകളിലേക്ക് മടങ്ങിയെത്താം ഇടവേളയ്ക്ക് ശേഷം. യോഗം വാർത്തകളിലേക്ക്. നടൻ ബാലചന്ദ്ര മേനോനെതിരെ ലൈംഗിക പീഡന പരാതി. ആലുവ സ്വദേശിയായ നടിയാണ് പരാതി നൽകിയത്. 2013-ൽ ദേ ഇങ്ങോട്ട് നോക്കി എന്ന ചിത്രത്തിന്റെ ഷൂട്ടിങ്ങിനിടയിലാണ് പീഡനം നടന്നത് എന്ന് നടി പറയുന്നു. ചിത്രത്തിൽ നിന്ന് ഒഴിവാക്കുമെന്ന ഭീഷണി ഉണ്ടായിരുന്നതിനാലാണ് അന്ന് പരാതി പറയാതിരുന്നതെന്നും അവർ പറഞ്ഞു. നേരത്തെ യൂട്യൂബ് ചാനലുകൾക്ക് നൽകിയ അഭിമുഖത്തിലും ഇക്കാര്യം ആവർത്തിച്ചിരുന്നു. തുടർന്ന് നടിക്കും ചാനലുകൾക്കുമെതിരെ ബാലചന്ദ്ര മേനോൻ കേസും നൽകിയിരുന്നു. ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ ആദ്യ കേസ് രജിസ്റ്റർ ചെയ്തു. കൊല്ലം സ്വദേശിനിയായിട്ടുള്ള മേക്കപ്പ് ആർട്ടിസ്റ്റ്, മേക്കപ്പ് മാനേജർ സജീവനെതിരെ നൽകിയ മൊഴിയുടെ അടിസ്ഥാനത്തിലാണ് കേസ് എടുത്തത്. കോട്ടയം പൊൻകുന്നം പോലീസ് രജിസ്റ്റർ ചെയ്ത കേസ് പ്രത്യേക അന്വേഷണ സംഘത്തിന് കൈമാറി. ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ പലരും മൊഴികൾ നൽകിയിരുന്നു. പക്ഷേ ഈ മൊഴികൾ ഒക്കെ വിശദമായി പരിശോധിച്ച ശേഷം അതിൽ ആരെങ്കിലും പരാതിക്കാരുണ്ടെങ്കിൽ തുടർ നടപടി എടുക്കുമെന്നായിരുന്നു സർക്കാർ നിലപാട്. ആദ്യഘട്ടത്തിൽ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വന്നപ്പോൾ തന്നെ അതിലെ റിപ്പോർട്ടുകൾ പരിഗണിച്ചുകൊണ്ട് കേസെടുക്കണം എന്നൊക്കെ പൊതുസമൂഹത്തിൽ നിന്നും വിവിധ രാഷ്ട്രീയ പാർട്ടികളിൽ നിന്നുമൊക്കെ ആവശ്യം ഉയർന്നിരുന്നു. പക്ഷേ പരാതി വേണം എന്നുള്ളതായിരുന്നു സർക്കാർ നിലപാട്. എന്തായാലും SIT രൂപീകരിച്ച് ഹേമ കമ്മിറ്റിയിലെ അടക്കം വിവിധ മൊഴികൾ പരിശോധിക്കാൻ തീരുമാനിച്ചിരിക്കുന്നു. എന്തായാലും ഇതിൻ്റെ എല്ലാം അടിസ്ഥാനത്തിലാണ് കൊല്ലം സ്വദേശിനിയായ മേക്കപ്പ് ആർട്ടിസ്റ്റാണ് ആദ്യമായി പരാതി നൽകുന്നത്. പൊൻകുന്നം പോലീസ് സ്റ്റേഷൻ പരിധിയിൽ 2013-14 കാലയളവിൽ താൻ ലൈംഗിക അതിക്രമത്തിന് ഇരയായി എന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് കൊല്ലം സ്വദേശിനി മേക്കപ്പ് ആർട്ടിസ്റ്റ്, മേക്കപ്പ് മാനേജറായ കൊരട്ടി സ്വദേശി സജീവനെതിരെ പരാതി നൽകിയിരിക്കുന്നത്. എന്തായാലും ഇതിൽ പൊൻകുന്നം പോലീസ് FIR രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. ഒരാഴ്ച മുൻപാണ്, ഈ മാസം 21-നാണ് FIR രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. നിലവിൽ ഇതെല്ലാം പരിശോധിക്കുന്നത് SIT ആണ്. അതുകൊണ്ട് തന്നെ SIT ആയിരിക്കും ഈ കേസിൽ തുടർ അന്വേഷണം സ്വീകരിക്കുക. IPC 354 പ്രകാരമാണ് കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. പ്രത്യേകിച്ച് അക്കാലമായതുകൊണ്ട് തന്നെ ഈ ഭാരതീയ ന്യായ സംഹിത വരുന്നതിന് മുൻപുള്ള കാലയളവായതുകൊണ്ട് തന്നെ IPC പ്രകാരമാണ് കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. എന്തായാലും തുടർ നടപടികൾ ഇനി പൊൻകുന്നം പോലീസ് ആയിരിക്കില്ല രേഖപ്പെടുത്തുക, അത് SIT ആയിരിക്കും, സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം ആയിരിക്കും തുടർ നടപടികൾ സ്വീകരിക്കുക. G. ശ്രീജിത്തിന്റെ റിപ്പോർട്ടാണ് കണ്ടത്. MM ലോറൻസിന്റെ മൃതദേഹം മോർച്ചറിയിൽ സൂക്ഷിക്കണമെന്ന് ഹൈക്കോടതി. വൈദ്യപഠനത്തിനായി വിട്ടുകൊടുത്തതിനെതിരെ മകൾ ആശ ലോറൻസ് നൽകിയ ഹർജിയിലാണ് ഹൈക്കോടതിയുടെ ഇടപെടൽ. പ്രിൻസിപ്പൽ അല്ലാതെ മറ്റൊരു ഉന്നത അധികാരി വിഷയം പരിഗണിക്കണോ എന്നതിൽ വാദം കേൾക്കും. ആശ ലോറൻസിന്റെ ഹർജിയിൽ സർക്കാർ
നിലപാട് അറിയിക്കണമെന്നും വ്യാഴാഴ്ച ഹർജി പരിഗണിക്കുമെന്നും ഹൈക്കോടതി വ്യക്തമാക്കി. കഴിഞ്ഞ 21-ാം തീയതിയാണ് MM ലോറൻസ് അന്തരിക്കുന്നത്. തുടർന്ന് 23-ാം തീയതിയാണ് മകൾ ആശ ലോറൻസ് തന്റെ പിതാവിന്റെ മൃതദേഹം മതാചാരപ്രകാരം സംസ്കരിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് കോടതിയെ സമീപിക്കുന്നത്. ഈ ഒരു സാഹചര്യത്തിൽ എന്ത് വിധിയാണ് വന്നത് എന്നുള്ള കാര്യത്തിൽ കേരളം മുഴുവൻ ഉറ്റുനോക്കുന്ന ഒരു സാഹചര്യത്തിലേക്കാണ് ഇന്ന് ഹൈക്കോടതിയുടെ തീരുമാനം പോലും എത്തി നിൽക്കുന്നത്. കാരണം മതാചാരപ്രകാരം സംസ്കരിക്കണം എന്ന് ആവശ്യപ്പെട്ട് വീണ്ടും ആശ ലോറൻസ് കോടതിയെ സമീപിക്കാനുള്ള സാഹചര്യമാണ് മെഡിക്കൽ കോളേജ് അതോറിറ്റിയെ ഇതുമായി ബന്ധപ്പെട്ട അന്തിമ തീരുമാനമെടുക്കാൻ ഹൈക്കോടതി ഏൽപ്പിച്ചപ്പോൾ പോലും ഉണ്ടായത്. അതായത് തൻ്റെ പിതാവിൻ്റെ മൃതദേഹം മതാചാരപ്രകാരം സംസ്കരിക്കണമെന്ന് ആവശ്യപ്പെട്ട് തന്നെയാണ് വീണ്ടും ഈ കഴിഞ്ഞ വെള്ളിയാഴ്ച ആശ ലോറൻസ് കോടതിയെ സമീപിച്ചിരിക്കുന്നത്. ഇക്കാര്യത്തിൽ അന്തിമ തീരുമാനമെടുത്ത മെഡിക്കൽ കോളേജ് അതോറിറ്റി പാർട്ടിയുടെ ഉന്നത ഇടപെടലിനെ തുടർന്നാണ് ഇത്തരത്തിൽ മെഡിക്കൽ കോളേജിന് മൃതദേഹം കൈമാറണം അല്ലെങ്കിൽ വൈദ്യപഠനത്തിന് മൃതദേഹം നൽകണമെന്ന് ആവശ്യപ്പെടുന്നത് എന്ന് കാണിച്ചാണ് ആശ ലോറൻസ് ഹർജിയുമായി വീണ്ടും ഹൈക്കോടതിയെ സമീപിച്ചിരിക്കുന്നത്. ഇതിൽ ഇടപെടൽ ഉണ്ടായിട്ടുണ്ട്, അതല്ലെങ്കിൽ തീരുമാനം അത്ര സത്യസന്ധമല്ല എന്ന് കാണിച്ചു തന്നെയാണ് ആശ ലോറൻസിന്റെ ഹർജി. ജസ്റ്റിസ് VG അരുണാണ് ഈ ഹർജി പരിഗണിച്ചത്. ഈ ഒരു സാഹചര്യത്തിൽ അതായത് നേരത്തെ തന്നെ ഹർജി പരിഗണിക്കുമ്പോൾ തന്നെ ആശയുടെ ആശങ്ക കൂടി പരിഹരിച്ച് വേണം ഇക്കാര്യത്തിൽ അന്തിമ തീരുമാനമെടുക്കാൻ എന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് അനാട്ടമി വിഭാഗം പ്രിൻസിപ്പാലിനെ ഇക്കാര്യം ഏൽപ്പിക്കുന്നത്, ഈ ചുമതല ഹൈക്കോടതി ഏൽപ്പിക്കുന്നത്. എന്നാൽ ഇക്കാര്യത്തിൽ അന്തിമ തീരുമാനമെടുക്കാൻ മറ്റൊരു ഉയർന്ന ഉദ്യോഗസ്ഥൻ അല്ലെങ്കിൽ മറ്റൊരാളെ കൂടി ചുമതലപ്പെടുത്തണമോ എന്നുള്ള കാര്യത്തിൽ വീണ്ടും വാദം കേൾക്കാൻ കോടതി തയ്യാറായിട്ടുണ്ട്. എന്തായാലും വ്യാഴാഴ്ച ഈ ഹർജി വീണ്ടും പരിഗണിക്കും. അപ്പോഴേക്കും സർക്കാർ ഇക്കാര്യത്തിലുള്ള നിലപാട് അറിയിക്കണമെന്ന് തന്നെയാണ് കോടതിയുടെ ആവശ്യം. അതുവരെ MM ലോറൻസിൻ്റെ മൃതദേഹം മോർച്ചറിയിൽ സൂക്ഷിക്കണം എന്ന് തന്നെയാണ് ഹൈക്കോടതി നിർദ്ദേശിച്ചിരിക്കുന്നത്. കഴിഞ്ഞ വെള്ളിയാഴ്ചയാണ് ആശ ലോറൻസ് ഇത് ആവശ്യപ്പെട്ട് തൻ്റെ പിതാവിൻ്റെ മൃതദേഹം മതാചാര പ്രകാരം സംസ്കരിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് വീണ്ടും ഹൈക്കോടതിയെ സമീപിക്കുന്ന സാഹചര്യമുണ്ടായത്. ആ ഹർജിയിലാണ് ഇപ്പോൾ ഹൈക്കോടതിയുടെ വിധി. മൃതദേഹം മോർച്ചറിയിൽ തന്നെ അതുവരെ, അതായത് പ്രശ്നത്തിന് പരിഹാരം ഉണ്ടാകുന്നതുവരെ മൃതദേഹം മോർച്ചറിയിൽ തന്നെ സൂക്ഷിക്കുന്ന സാഹചര്യത്തിലേക്കാണ് കാര്യങ്ങൾ നീങ്ങുന്നത്. തിരുവനന്തപുരം SIT ആശുപത്രിയിൽ 4 മണിക്കൂർ വൈദ്യുതി മുടങ്ങിയതിൽ അന്വേഷണം തുടങ്ങി. സാങ്കേതിക വിദഗ്ധരെ കൂടി ഉൾപ്പെടുത്തിയാണ് ആരോഗ്യവകുപ്പിന്റെ അന്വേഷണം. ഇന്നലെ വൈകിട്ട് 6:30 മണി മുതൽ രാത്രി 10:30 മണി വരെയാണ് SIT ആശുപത്രി പൂർണ്ണമായും ഇരുട്ടിലായത്. ഇവിടെ PWD പൊതുമരാമത്ത് വകുപ്പിന്റെ നിർമ്മാണ പ്രവർത്തികൾ നടക്കുകയായിരുന്നു. അതുമായി ബന്ധപ്പെട്ട് വൈദ്യുതി സംവിധാനത്തിനും തകരാറുണ്ടായി. ട്രാൻസ്ഫോമറുകളിലാണ് 2 ട്രാൻസ്ഫോമറുകൾ തകരാറുണ്ടാവുകയായിരുന്നു. ജനറേറ്ററുകളിലാണ് 2 ദിവസമായി ആശുപത്രിയുടെ പ്രവർത്തനം നടന്നിരുന്നത്. അതിൽ ഒരു സ്റ്റാൻഡ് ബൈ ജനറേറ്റർ കൂടി വൈകിട്ട് 6 കൂടി തകരാറിലായതാണ് പൂർണ്ണമായും ആശുപത്രി ഇരുട്ടിലാക്കിയത്. പിന്നീട് രാത്രി 10 കൂടി ജനറേറ്ററുകളിൽ തന്നെ ആശുപത്രിയിൽ വെളിച്ചം എത്തി. എന്നാൽ ഇന്ന് രാവിലെ 7 മണിയോടുകൂടിയാണ് സാധാരണയിലേക്ക് ട്രാൻസ്ഫോമറിൽ നിന്ന് നേരിട്ട് തകരാറ് പരിഹരിച്ചുകൊണ്ട് നേരിട്ട് ആശുപത്രിയിൽ വൈദ്യുതി എത്തി തുടങ്ങിയത്. ഏതായാലും വലിയ വീഴ്ചയാണ് അധികൃതരുടെ ഭാഗത്തുണ്ടായെന്ന് വ്യക്തമാണ്. നിസ്സാരമായ ചില പ്രശ്നത്തിന്റെ പേരിലാണ് അല്ലെങ്കിൽ സാങ്കേതിക തകരാറാണ് ഇതിന് കാരണമെന്ന് പറയുന്നുവെങ്കിലും ഈ ഒരു പ്രശ്നം ഇത്തരത്തിലുള്ള അറ്റകുറ്റപ്പണികൾ വരുമെന്ന് മുൻകൂട്ടി കണ്ടുകൊണ്ട് എന്തുകൊണ്ട് അതിന് പകര സംവിധാനം ഏർപ്പെടുത്താൻ സാധിച്ചില്ല? പകര സംവിധാനത്തിൽ വീഴ്ച വന്നാൽ ഈ ആശുപത്രി ഇത്തരത്തിലൊരു ദുരിതത്തിലേക്ക് പോകുമെന്ന കാര്യം അധികൃതർക്ക് വ്യക്തമായിരുന്നു. അവിടെ വലിയ വീഴ്ച വന്നു എന്ന വിമർശനം ഇപ്പോൾ ശക്തമാണ്. എന്നാൽ KSBയുടെ ഭാഗത്ത് നിന്ന് വീഴ്ച ഉണ്ടായിട്ടില്ല എന്ന നിലപാടിലാണ് വൈദ്യുതി വകുപ്പുള്ളത്. വൈദ്യുതി വകുപ്പ് മന്ത്രി ഇക്കാര്യം വ്യക്തമാക്കി. വീഴ്ച ഒന്നുമില്ല, അത് അന്വേഷിക്കാൻ വേണ്ടി നമ്മൾ റിപ്പോർട്ട് ചോദിച്ചിട്ടുണ്ട്. ഞാനിപ്പോൾ ഇത് വീഴ്ച ഒരു ഏതെങ്കിലും ഡിപ്പാർട്ട്മെന്റിനെ കുറ്റപ്പെടുത്തല്ല, സംഭവിച്ച ഇതാണ്. അത് ആരുടെ തെറ്റ് എന്നുള്ളത് നാളെ ഒന്ന് അന്വേഷിക്കാം. PWD ആണ് അവരുടെ ജനറേറ്ററിൻ്റെ ഭാഗത്ത് നിന്നാണ് സപ്ലൈ തകരാറായത്. അതെന്താണെന്നുള്ളത് പരിശോധിക്കണം. ഇന്നലെ ഈ ആരോഗ്യവകുപ്പ് മന്ത്രി വീണ ജോർജ് അവർ എന്നെ വിളിച്ചിട്ട് 2-3 പ്രാവശ്യം വിളിച്ചു. അവരിത് പറഞ്ഞപ്പോഴാണ് ഇടപെട്ടത്. ഞാൻ ഇടപെട്ടപ്പോൾ നമ്മുടെ മുഴുവൻ ഉദ്യോഗസ്ഥന്മാരും PWDക്കാരെ എല്ലാവരും കൂടി പോയി അവിടെ വന്നിട്ടാണ് ഇതൊക്കെ ചെയ്യുന്നത്. ആരോഗ്യമന്ത്രി വീണ ജോർജ് ഇന്നലെ രാത്രി തന്നെ ഇവിടെ എത്തി വിശദമായ അന്വേഷണം, അത് സാങ്കേതിക വിദഗ്ധരെ കൂടി ഉൾക്കൊള്ളിച്ചുകൊണ്ട് അന്വേഷണം നടത്തുമെന്ന് പ്രഖ്യാപിച്ചിട്ടുണ്ട്. എന്താണ് സംഭവിച്ച കാര്യത്തിൽ ഇപ്പോഴും കൃത്യമായ ഒരു വ്യക്തത അധികൃതർക്ക് വന്നിട്ടില്ല. വലിയ പ്രതിഷേധമാണ് ഇന്നലെ രാത്രി ഇവിടെ ഉണ്ടായത്. രോഗികളുടെ കൂട്ടിരിപ്പുകാരും നാട്ടുകാരും ഒക്കെ വലിയ പ്രതിഷേധമായി വന്നു. പിന്നീട് രാഷ്ട്രീയ പാർട്ടി നേതൃത്വങ്ങൾ അത് ഏറ്റെടുത്തു. ഇന്നും സമാനമായ പ്രതിഷേധങ്ങൾ ആശുപത്രിയിലുണ്ടായി. UDFന്റെ തിരുവനന്തപുരം നഗരസഭയിലെ കൗൺസിലർമാരടക്കം പ്രതിഷേധവുമായി രംഗത്ത് വന്നിട്ടുണ്ട്. ഏതായാലും ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ അന്വേഷണങ്ങൾ ഉണ്ടാകും. കുറ്റക്കാർക്കെതിരെ ശക്തമായ നടപടി വേണമെന്ന ആവശ്യമാണ് ഉയരുന്നത്. തിരുവനന്തപുരം മൃഗശാലയിലെ കൂട്ടിൽ നിന്ന് ചാടിപ്പോയ ഹനുമാൻ കുരങ്ങുകൾ മൃഗശാല വളപ്പിനുള്ളിൽ തന്നെ ഉണ്ട്. തുറന്ന കൂടിന്റെ കിടങ്ങ് ചാടിക്കിടന്ന 3 പെൺകുരങ്ങുകൾ
മൃഗശാല വളപ്പിനുള്ളിലെ മരത്തിൽ കയറുകയായിരുന്നു. ഉടൻ തന്നെ ഇവയെ പിടികൂടാൻ കഴിയുമെന്നാണ് പ്രതീക്ഷിക്കുന്നതെന്ന് മൃഗശാല അധികൃതർ അറിയിച്ചു. പോക്സോ കേസിൽ മോൻസൺ മാവുങ്കലിനെ വെറുതെ വിട്ടു. അതിജീവിതയെ പീഡിപ്പിക്കാൻ മാനേജരുമായി ഒത്താശ ചെയ്തു എന്ന കേസിലാണ് പെരുമ്പാവൂർ അതിവേഗ കോടതി മോൻസനെ വെറുതെ വിട്ടത്. കേസിലെ ഒന്നാം പ്രതി മോൻസന്റെ മാനേജറുമായിട്ടുള്ള ജോഷി കുറ്റക്കാരനാണെന്ന് കോടതി കണ്ടെത്തി. ഇയാൾക്കെതിരെയുള്ള ശിക്ഷാവിധി ഉടൻ പ്രഖ്യാപിക്കും. അതിജീവിതയെ ബലാത്സംഗത്തിനിരയാക്കിയ കേസിൽ നേരത്തെ എറണാകുളം സെഷൻസ് കോടതി മോൻസന് ജീവപര്യന്തം ശിക്ഷ വിധിച്ചിരുന്നു. ഓർത്തഡോക്സ് യാക്കോബായ സഭ പള്ളിത്തർക്കത്തിൽ അന്ത്യശാസനവുമായി ഹൈക്കോടതി. തർക്കത്തിലുള്ള 6 പള്ളികൾ ജില്ലാ കളക്ടർ ഏറ്റെടുക്കണമെന്ന ഉത്തരവ് ഒരാഴ്ചയ്ക്കകം നടപ്പാക്കണമെന്നും ഇല്ലെങ്കിൽ ചീഫ് സെക്രട്ടറിയും ജില്ലാ കളക്ടർമാരും ഹൈക്കോടതിയിൽ സമയം ചെലവിടേണ്ടി വരുമെന്നും കോടതി മുന്നറിയിപ്പ് നൽകി. ഓർത്തഡോക്സ് യാക്കോബായ പള്ളി തർക്കത്തിലെ കോടതിയലക്ഷ്യ പരിഗണിക്കവെയാണ് ഹൈക്കോടതി ജില്ലാ കളക്ടർമാർ 6 പള്ളികൾ അടിയന്തരമായി ഏറ്റെടുക്കണമെന്ന് വീണ്ടും ഓർമ്മിപ്പിച്ചത്. എന്തുകൊണ്ടാണ് ജില്ലാ കളക്ടർമാർ ഇക്കാര്യത്തിൽ അന്തിമ നടപടി സ്വീകരിക്കാത്തതെന്നും ചോദിച്ചിട്ടുണ്ട് കോടതി. കാരണം നേരത്തെ തന്നെ 1 മാസം മുൻപേ ഇക്കാര്യത്തിൽ പോത്താനിക്കരയും മഴുവന്നൂരും ചെറുകുന്നവും മംഗലം ഡാമും ഉൾപ്പെടെയുള്ള പാലക്കാട് ജില്ലയിലെയും എറണാകുളം ജില്ലയിലെയും പള്ളികളിലെ തർക്കം പരിഹരിക്കുകയും ആ തർക്കം നടക്കുന്ന പള്ളികൾ ഏറ്റെടുക്കുകയും ചെയ്യണമെന്ന് ഹൈക്കോടതി ഉത്തരവുണ്ടായിരുന്നു. നേരത്തെ തന്നെ ഇതുമായി ബന്ധപ്പെട്ട് അതായത് തർക്കം നടക്കുന്ന പള്ളികളിലെ തർക്കം പരിഹരിക്കുകയും അതാത് അർഹതയുള്ള സഭകൾക്ക് പള്ളി വിട്ടുകൊടുക്കണമെന്നും സുപ്രീം കോടതി ഉത്തരവിട്ടിരുന്നെങ്കിലും അത് നടപ്പിലാക്കാൻ സർക്കാരിനെ കൊണ്ടായില്ല. അതേ തുടർന്നാണ് ജില്ലാ കളക്ടർമാർ ഇക്കാര്യത്തിൽ നടപടിയുണ്ടാകണം, ഇക്കാര്യത്തിൽ അന്തിമ തീരുമാനമെടുക്കണം, ജില്ലാ കളക്ടർമാർ തന്നെ ഈ പള്ളികൾ പൂട്ടി താക്കോൽ സൂക്ഷിക്കണമെന്നും അതിന് പോലീസിന്റെ സഹായം തേടണമെന്നും പോലീസ് പള്ളികൾക്ക് വേണ്ട സംരക്ഷണം ഒരുക്കണമെന്നും ഹൈക്കോടതി ഉത്തരവിട്ടത്. പക്ഷേ അതും നടപ്പിലാക്കി കണ്ടില്ല. കാരണം വിശ്വാസികളുടെ പ്രതിഷേധം ശക്തമായതിനെ തുടർന്നാണ് ഈ നിലപാടിൽ നിന്നും അല്ലെങ്കിൽ പള്ളികൾ ഏറ്റെടുക്കുന്നതിന് താൽക്കാലികമായെങ്കിലും സർക്കാർ പിന്നോട്ട് നീങ്ങിയത് എന്നുള്ള ഒരു വിശദീകരണമാണ് ഹൈക്കോടതിയിൽ സർക്കാർ നൽകിയത്. പക്ഷേ ഇക്കാര്യത്തിൽ സർക്കാർ അന്തിമ തീരുമാനം എടുക്കണം. എന്ത് തീരുമാനമെടുത്തു എന്നുള്ള കാര്യം തിങ്കളാഴ്ച അറിയിക്കണമെന്നും കോടതി ആവശ്യപ്പെട്ടിട്ടുണ്ട്. തിങ്കളാഴ്ചയിലേക്ക്, അതായത് സർക്കാരിൻ്റെ തീരുമാനം അറിയിക്കാൻ തിങ്കളാഴ്ചയിലേക്ക് ഈ ഹർജി വീണ്ടും മാറ്റിവെച്ചിട്ടുണ്ട്. അതല്ലെങ്കിൽ ചീഫ് സെക്രട്ടറിയും ജില്ലാ കളക്ടർമാരും ഉൾപ്പെടെ കോടതിയിൽ വന്ന് നിൽക്കേണ്ടി വരും, സമയം വെറുതെ കളയേണ്ടി വരും എന്നുള്ള തരത്തിലുള്ള പ്രഖ്യാപനങ്ങളും കോടതിയുടെ ഭാഗത്തുനിന്നും ഉണ്ടായിട്ടുണ്ട്. എന്തായാലും അടിയന്തരമായി പള്ളി ഏറ്റെടുക്കലുമായി ബന്ധപ്പെട്ടുള്ള കാര്യത്തിൽ അന്തിമ തീരുമാനം കൈക്കൊള്ളാൻ തന്നെയാണ് ഹൈക്കോടതി നിർദ്ദേശിച്ചിരിക്കുന്നത്. മറ്റു വാർത്തകളിലേക്ക്. വെങ്ങാനൂർ പൗർണമിക്കാവ് ശ്രീ ബാലത്രിപുര സുന്ദരി ദേവി ക്ഷേത്രത്തിൽ ദർശനം നടത്തി ദുബായ് പോലീസിലെ മേജറും എക്സ്ട്രാ ഓർഡിനറി അംബാസിഡറുമായ ഒമർ അൽ മർസൂഖി. ക്ഷേത്ര മഠാധിപതി സിൻഹ ഗായത്രിയും മുഖ്യ കാര്യദർശി MS ഭുവനചന്ദ്രനും ക്ഷേത്രം ട്രസ്റ്റികളായ പള്ളിയറ ശശി, കിളിമാനൂർ അജിത്, സരിക RC ബാബു തുടങ്ങിയവർ ചേർന്ന് ദുബായ് പോലീസ് മേധാവി ഒമർ അൽ മർസൂഖിയെ സ്വീകരിച്ചു. ഒമർ അൽ മർസൂഖിയെ പൊന്നാട അണിയിച്ച് ആദരിച്ചു. പൗർണമിക്കാവിനെ കുറിച്ച് ഇംഗ്ലീഷിൽ തയ്യാറാക്കിയ ബുക്കും അദ്ദേഹത്തിന് സമ്മാനിച്ചു. ഭാരതീയ ആത്മീയതായ സനാതന സംസ്കാരത്തെക്കുറിച്ച് കൂടുതൽ പഠിക്കാൻ ആഗ്രഹമുണ്ടെന്ന് ഒമർ അൽ മർസൂഖി പറഞ്ഞു. അൽ മുക്താദിർ ജ്വല്ലറി ഗ്രൂപ്പിൽ സ്വർണത്തിന് ഏറ്റവും കുറഞ്ഞ വിലയും അഡ്വാൻസ് ഓർഡറിന് എല്ലാ ആഭരണങ്ങൾക്കും 0% പണിക്കൂലിയും. കേരളത്തിലെ സ്വർണ്ണ വിലയേക്കാൾ കുറവായ GDJ MMA റേറ്റിലാണ് വിൽപ്പന. GDJ MMAയുടെ സംസ്ഥാന പ്രസിഡന്റ് ഡോക്ടർ മുഹമ്മദ് മൻസൂർ അബ്ദുൽ സലാമിന്റെ ഇടപെടലിലൂടെയാണ് കേരളത്തിന്റെ സ്വർണ്ണവില കുറയ്ക്കാൻ സാധിച്ചത്. അൽ മുക്താദിർ ജ്വല്ലറിയുടെ എല്ലാ ഷോറൂമുകളിലും 6 മാസ അഡ്വാൻസ് ഓർഡറിന് 0% പണിക്കൂലിയും 5% അഡീഷണൽ ഡിസ്കൗണ്ടും നൽകും. 3 മാസം അഡ്വാൻസ് ഓർഡറിന് പണിക്കൂലി നൽകേണ്ട. ന്യൂസ് അപ്ഡേറ്റ്സ് പൂർണ്ണമാകുന്നു. നമസ്കാരം.